പലരും പല കാര്യത്തിലും പറഞ്ഞു കേൾക്കാറുള്ള ഒരു കാര്യമാണ്, തിയറി പറയുന്ന പോലെ അത്ര എളുപ്പമല്ല പ്രാക്ടിക്കാലിറ്റി, അല്ലെങ്കിൽ ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കുമ്പോൾ. ഇത് പല ബിസിനസ്സുകാരും പറയാറുണ്ട്, എന്നോടും പറയാറുണ്ട്. ഇത് ഞാൻ 20 വർഷമായിട്ട് ഒരു ബിസിനസ് ചെയ്യുന്നു, അതിൻ്റെ ഇൻഡസ്ട്രി വർക്ക് ചെയ്യുന്നു, അതിൻ്റെ എല്ലാ പ്രശ്നങ്ങളും ഞാൻ കണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ തിയറി പറയേണ്ട ആവശ്യമൊന്നുമില്ല, തിയറി കൊണ്ട് ഒന്നും ചെയ്യാനായിട്ടില്ല എന്നുള്ളത്. പക്ഷേ ഈ തിയറിക്ക് മാനേജ്മെൻറ്റിൽ അതിൻ്റെതായ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. അതിനൊരു കാരണം ഞാൻ ഒരു തിയറി വെച്ചിട്ട് തന്നെ പറയാം. കാരണം ഹെൻറി ഫ്യൂൾസ് എന്ന് പറയുന്ന ഒരു മാനേജ്മെൻറ്റ് ഗുരു ഉണ്ട്, നിങ്ങൾ കേട്ടിട്ടും ഉണ്ടാവും അല്ലേ. ആളുടെ ഒരു 14 പ്രിൻസിപ്പിളുണ്ട്, 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ്. അപ്പോൾ ഈ മാനേജ്മെൻറ്റ് തിയറിയിൽ 4ാമത്തെ ഒരു തിയറി പറയുന്നത് യൂണിറ്റി ഇൻ കമാൻഡ് എന്നുള്ളതാണ്. ഈ യൂണിറ്റി ഇൻ കമാൻഡ് എന്ന് പറയുന്ന ഒരു കാര്യത്തിൻ്റെ ഒരു ഇഷ്യൂ എപ്പോഴും ഓർഗനൈസേഷൻസ് കാണാറുണ്ട്. അവിടെ ചെല്ലുമ്പോൾ പലപ്പോഴും 2ഓ 3ഓ അതോറിറ്റികൾ ഉണ്ടാകാറുണ്ട് ഒരു പർട്ടിക്കുലർ ആക്ടിവിറ്റിക്ക് വേണ്ടി മാത്രമായിട്ട്. 2ഓ 3ഓ പേർ ഒരാളെ റിവ്യൂ ചെയ്യുന്നുണ്ടാവും, 2ഓ 3ഓ പേർക്ക് ഒരാൾ റിപ്പോർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ടാവും. അപ്പോൾ ഇതൊക്കെ ഒരു വലിയ പ്രശ്നം തന്നെയാണ് അല്ലേ. ഈവൻ മാനേജ്മെൻറ്റ് ബോർഡിൽ, അതായത് ഡയറക്ടേഴ്സ് ബോർഡിൽ പോലും ഈ ഇഷ്യൂ ഉണ്ടാകാറുണ്ട്. കാരണം മാനേജിംഗ് ഡയറക്ടർ എന്ന് പറഞ്ഞൊരു പൊസിഷൻ ഡിഫൈൻ ചെയ്യാതെ എല്ലാവരുടെയും ഈഗോനെ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് എന്ത് ചെയ്യും, എല്ലാവരും ഡയറക്ടേഴ്സായിട്ട് വെച്ചു. അപ്പോൾ ഈ ഡയറക്ടേഴ്സ് എല്ലാവരും എന്ത് ചെയ്യും, അതിന് താഴെയുള്ള മാനേജ്മെൻറ്റ് സ്റ്റാഫിനോട് വന്നിട്ട് എല്ലാവരും ഒരേ കാര്യത്തിൻ്റെ അകത്ത് എക്സ്പ്ലനേഷൻ ചോദിക്കും, പല ഡയറക്ഷൻസ് കൊടുക്കും. ഇതൊക്കെ വലിയ ഇഷ്യൂയിലേക്ക് എത്തിക്കും അവസാനം അല്ലേ. ഈവൻ നമ്മളുടെ എംപ്ലോയീസ് ഫ്രസ്ട്രേറ്റഡ് ആവും. ആരുടെ അടുത്താണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്, ആരുടെ ഡയറക്ഷനാണ് കേൾക്കേണ്ടത്, ഇതൊക്കെ വലിയ ഇഷ്യൂ തന്നെയാണ്. അപ്പോൾ നമ്മളൊരു ഓർഗനൈസേഷനിലായിരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു റൂൾ ശ്രദ്ധിക്കണം അല്ലേ. യൂണിറ്റി ഇൻ കമാൻഡ്, ഒരാളെ പാടുള്ളൂ, ഒരു തലയെ പാടുള്ളൂ, 2 തല പറ്റത്തില്ല. രാവണന് ചിലപ്പോൾ 10 തല പറ്റിയേക്കും, പക്ഷേ ഒരു ഓർഗനൈസേഷന് ഒരു സ്ട്രക്ചറിൽ ഒരൊറ്റ തലയെ പാടുള്ളൂ, ഒരാളെ ഡിസിഷൻ എടുക്കാൻ പാടുള്ളൂ, ഒരാൾക്ക് ഡയറക്ഷൻ കൊടുക്കാൻ പാടുള്ളൂ. ഒരാൾക്ക് 2 പേര് ഡയറക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ അതൊരിക്കലും സക്സസ് ആകത്തില്ല. അവിടെ എഗെയിൻ ഇഷ്യൂസ് ഉണ്ടാവും, എഗെയിൻ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും. കാരണം എന്താണ്, ഈ കേൾക്കുന്ന ആൾക്ക് ഏത് ഡയറക്ഷൻ, ബിക്കോസ് നമ്മൾ ഒരേ ലക്ഷ്യത്തിലേക്കാണ് പോകുന്നതെങ്കിൽ കൂടെ 2 രീതിയിൽ പറയാം. ഞാനിപ്പോൾ ഡൽഹിക്കാണ് പോകുന്നതെങ്കിൽ എനിക്ക് ട്രെയിനിൽ പോകാമെന്ന് പറയാം, മറ്റൊരാൾക്ക് ഫ്ലൈറ്റിൽ പോകാമെന്ന് പറയാൻ സാധിക്കും. അപ്പം തീർച്ചയായിട്ടും ഇത് എക്സിക്യൂട്ട് ചെയ്യേണ്ട നമ്മളുടെ സ്റ്റാഫിന് അതിനകത്ത് തീർച്ചയായിട്ടും എന്ത് പറ്റും, ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. കൺഫ്യൂഷൻ ഉണ്ടായി കഴിയുമ്പോൾ എന്താ, ആക്ച്വലി എന്താണ് റിസൾട്ട് കിട്ടുന്നത്, അതായിരിക്കില്ല റിസൾട്ട് കിട്ടാൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും തിയറി എന്ന് പറയുന്ന ഭാഗത്തിന് അതിൻ്റേതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഈ തിയറിയുടെ എല്ലാം പുറകിൽ വർഷങ്ങളുടെ റിസർച്ചും പ്രാക്ടിക്കൽ ഇംപ്ലിമെൻറ്റേഷൻ്റെ റിസൾട്ടുകളെല്ലാം കോർത്തിണക്കിക്കൊണ്ടാണ് ഓരോ തിയറിയും ഉണ്ടാക്കപ്പെടുന്നത്. അപ്പോൾ തിയറി എന്ന് പറയുന്ന സാധനം ഒട്ടും മോശമല്ല. അപ്പോൾ ഈ തിയറി മാത്രം വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല, തിയറിനെ പ്രാക്ടിക്കലി നമ്മുടെ ഓർഗനൈസേഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്യണം. ഇത്തരത്തിലുള്ള യൂണിറ്റി ഇൻ ഡയറക്ഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഇംപ്ലിമെൻറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് വ്യക്തമായിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഉണ്ടാവണം. ആ സ്ട്രക്ചറിൽ ഓരോരുത്തരും ചെയ്യേണ്ട ആക്ടിവിറ്റീസ് എന്താണെന്നുള്ള കാര്യം വ്യക്തമായി ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവണം. ഇത് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്താണ്, ഒരു ആൾക്ക് ഒരു വ്യക്തി മാത്രമായിരിക്കും ഡയറക്ഷൻ കൊടുക്കുക, ഒരു വ്യക്തിയോട് മാത്രം റിപ്പോർട്ട് ചെയ്താൽ മതിയാവും. അവിടെ തീർച്ചയായിട്ടും ഓപ്പറേഷൻ ഈസിനെസ്സും ക്ലാരിറ്റിയും ഒക്കെ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ടാവും. ഇനി നിങ്ങളുടെ ബിസിനസ്സിൽ ഈ കാര്യങ്ങൾക്ക് എന്തെങ്കിലും കുറവുണ്ടോ അതൊന്ന് പരിശോധിച്ച് നോക്കിയേ. യൂണിറ്റി ഇൻ ഡയറക്ഷൻ എന്ന് പറയുന്ന ഭാഗത്ത് നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തേ, അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഉണ്ടാക്കി നോക്കിയേ, നിങ്ങളുടെ ഓർഗനൈസേഷനിലെ പകുതി പ്രശ്നങ്ങൾക്കുള്ള സൊല്യൂഷനായി. അപ്പം ഇത് ഒന്ന് പ്രാക്ടിക്കലായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്ത് നോക്കണം കേട്ടോ.